ഒറ്റക്കെട്ടെന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ തന്നെ പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ മറുപടി പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗിക വേർഷനായി ഒരു ട്വീറ്റായി വരുന്നത് ഇന്ത്യ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യ പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ഇപ്പോൾ നടത്തുന്ന നരേന്ദ്രമോദി പറയുന്നതാണ് ശരി എന്ന പ്രതിപക്ഷം തന്നെ സമ്മതിക്കുന്നതാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വി ഡി സതീശനും എം എ ബേബിയും പോലെ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് സുരക്ഷാ വീഴ്ച എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൂടുതൽ ഊന്നുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ കൂട്ടക്കുരുതി എന്ന് പറയുന്നത് ഒരു മസാക്കറാണ്. അപ്പോൾ ആ കൂട്ടക്കുരുതി എന്ന രീതിയിൽ തന്നെയാണ് അതൊരു ജീനോസൈഡ് എന്ന രീതിയിലാണ് അതിനെ കാണേണ്ടത്. അത് ചെയ്തവർ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഇന്ത്യൻ മുസ്ലിംസ് വേഴ്സസ് ഇന്ത്യൻ ഹിന്ദുസ് എന്നതാണ് അവിടെ ഈ കൊലപാതകത്തിലൂടെ അവർ ലക്ഷ്യമിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്നത് അവർ തിരിച്ചടിക്കാനായി നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ഡിവൈഡ്, കൃത്യമായ ഒരു പോളറൈസേഷൻ എങ്ങനെയാണോ പാകിസ്ഥാൻ ഉണ്ടായത് അതേപോലെയുള്ള ഒരു പോളറൈസേഷനാണ് ഉണ്ടാക്കാനായി ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. അത് ലഷ്കർ ഇ തൊയ്ബയുടെ പ്ലാനാണ്. ലഷ്കർ ഇ തൊയ്ബയുടെ പ്ലാനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്. അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ജമ്മു അല്ല, മുസ്ലിംസ് ഡോമിനേറ്റ് ചെയ്യുന്ന കശ്മീരാണ്. അവിടെയാണ് ഈ സ്ലീപ്പർ സെൽസിനെ എല്ലാം ആക്റ്റീവ് ആക്കി അവരിപ്പോൾ നിർത്തുന്നത്. കാരണം അവിടെ ആര് തിരിച്ചടിച്ചാലും അവിടെയുള്ള സൈനിക വാഹന വ്യൂഹം അല്ലെങ്കിൽ സൈനികർ ആക്രമിക്കപ്പെട്ടാലും സാധാരണക്കാർ ആക്രമിക്കപ്പെട്ടാലും അത് മുസ്ലിം ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ ആ ഒരു ടാഗ് ലൈൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവിടെ താമസിക്കുന്നത് കൂടുതൽ